അതിന്റെ പൊട്ടൻഷ്യൽ പോലും ആ മട്ടിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജപ്പാനിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ടൂർ ഗൈഡ് എനിക്ക് ഇരിക്കാൻ ബസിന്റെ മുന്നിലെ സീറ്റ് തന്ന ഒറ്റ കാരണം കൊണ്ടാണ്. പുറകിൽ സായിപ്പന്മാര്, സാധാരണ ഞാൻ അതേപോലെ ഒരു യാത്ര ഞാൻ ഒരിക്കല് ബ്രിട്ടനിലൂടെ നടത്തിയപ്പോൾ ഞാൻ മുന്നിലെ സീറ്റിൽ പോയിരുന്നതിന് ഡ്രൈവർ ഏറ്റു വന്നിട്ട് എക്സ്ക്യൂസ് മീ താങ്കൾ പുറകിൽ പോയിരിക്കും എന്നുകൊണ്ട് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുമുണ്ട്. അതേ സ്ഥാനത്താണ് ജപ്പാനിൽ എല്ലാം സായിപ്പുമാരായിരിക്കെ എന്നെ വിളിച്ചുകൊണ്ടെന്ന് മുമ്പിലെ സീറ്റിൽ ഇരുത്തിയ ഒരനുഭവം. അതിന് ആ ഗൈഡ് തന്ന ന്യായം ഞങ്ങളുടെ ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വന്നയാള് എന്ന നാട്ടിലായിരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, എപ്പോഴെങ്കിലും നമ്മൾ ഇത് ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ബുദ്ധന്റെ നാട് എന്ന നിലയിൽ ഈ ഇന്ത്യക്ക് കിഴക്കോട്ടുള്ള രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷവും നമുക്കറിയാം ബുദ്ധമത വിശ്വാസികളുടേതാണ്. ജപ്പാൻ, തായ്ലൻഡ് മുതല് ഏതെല്ലാം രാജ്യങ്ങൾ, തൈവാന്, ചൈനയുടെ വലിയൊരു ഭാഗം, ഇങ്ങനെ വലിയൊരു പ്രദേശം. ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരേണ്ടത് ടൂറിസം മാത്രമല്ല, ആത്മീയതയ്ക്ക് വേണ്ടി പോലും എത്തേണ്ട ഒരു നാടാണ് ഇന്ത്യ. അതൊരു ചെറിയ അംശം മാത്രമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ